ക്യാമ്പസ് മെൻ്റലിസം ഇവിടെ തുടങ്ങുന്നു. MG കോളേജിലെ വിദ്യാർത്ഥികളുടെ മുമ്പാകെയാണ് ഇന്നത്തെ ക്യാമ്പസ് മെൻ്റലിസം അവതരിപ്പിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. സോ നിങ്ങളുടെ ഭാഗത്തു നിന്നും 3 പേരുടെ സഹായം എനിക്ക് വേണം. ഇതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആളുകളെ സെലക്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി എൻ്റെ കയ്യിലൊരു ബാറ്റുണ്ട്, ഷട്ടിൽ കോക്കുണ്ട്. അത് ഞാൻ അങ്ങോട്ട് അടിച്ചു വിടും. ആരുടെ മേലാണോ വന്ന് വീഴുന്നത് അവർ സ്റ്റേജിലേക്ക് വരണം. റൈറ്റ്? സോ ദി ഫസ്റ്റ് വൺ. വെരി ഗുഡ്. വാട്ട്സ് യുവർ ഗുഡ് നെയിം? രഞ്ജിത ഈ സൈഡിലേക്ക് നിൽക്കാം. രഞ്ജിത, അടുത്തൊരാളെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് രഞ്ജിതയ്ക്കാണ്. ഈ ഷട്ടിൽ കോക്ക് പിടിക്കാം. യു ക്യാൻ സർവ്. പ്ലീസ് കം. പേര്? ജിഷയ്ക്കാണ് മൂന്നാമത്തെ ചാൻസ്. പ്ലീസ് ഹോൾഡ് ദിസ്. ദാറ്റ് സൈഡ്. കം ഓൺ. വെരി സ്ട്രോങ്. Yourself, come on. Your good name? Anupama. So Anupama, Jisha and Ranjita. Am I right? Okay. കുറച്ച് ഇങ്ങോട്ട് മാറി നിൽക്കാം. ഇനി ആദ്യത്തെ ചാൻസ് ഞാൻ തരുന്നത് അനുപമയ്ക്കാണ്. എൻ്റെ കയ്യിൽ ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി ഉണ്ട്. ഓക്സ്ഫോർഡിൻ്റെ ഇംഗ്ലീഷ് ഡിക്ഷണറി ഉണ്ട്. ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് വേർഡ് അനുപമയ്ക്ക് സെലക്ട് ചെയ്യാം. കഴിയുന്ന ചെറിയൊരു വേർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എനി വേർഡ് പ്ലീസ്. സെലക്ട് ചെയ്തല്ലോ അല്ലേ? ഇവിടെ ഒരു ബോർഡ് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ബോർഡിന് 6 കോളങ്ങളുണ്ട്. ഈ 6 കോളങ്ങളിലായിട്ട് ഇവരുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെ ഞാൻ മുൻകൂട്ടി എഴുതും. ഇവരും അതേ കാര്യങ്ങൾ ആവർത്തിക്കും. അവസാനം മാജിക് വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് കാണിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ബോർഡിൻ്റെ കോളങ്ങൾ തുറന്ന് കാണിക്കും. ദാറ്റ് ഈസ് മെൻ്റൽ മാജിക്. സോ അനുപമയുടെ മനസ്സിലൊരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ട് അല്ലേ? ആ വേർഡ് നന്നായിട്ട് മനസ്സിൽ വിചാരിക്കാം. എൻ്റെ കണ്ണുകളിലേക്ക് ശ്രദ്ധിക്കാം. റെഡി ഫോർ ദാറ്റ്? യെപ്പ്. അനുപമ ആ വേർഡിന് യാതൊരു മാറ്റവും വരുത്താതെ അടിയിലുള്ള ഈ കോളത്തിൽ എഴുതാം. COME കം എന്ന വാക്കാണ് അനുപമ സെലക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ചാൻസ് ചെയ്യാൻ കൊടുക്കുന്നത് ജിഷയ്ക്കാണ്. ജിഷ, എൻ്റെ കയ്യിൽ ഒരു ടെലിഫോൺ ഡയറക്ടറി ഉണ്ട്. റൈറ്റ്? ഇതിനകത്ത് ഇഷ്ടംപോലെ ടെലിഫോൺ നമ്പേഴ്സ് ഉണ്ട്. ജിഷയ്ക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ബോയ് ഫ്രണ്ട്സിന്റെ വീട്ടിലെ നമ്പർ ആവാം അല്ലേ? എനി നമ്പർ പ്ലീസ്. റൈറ്റ്? യു ഗോട്ട് എ നമ്പർ? ഓക്കെ, ഗുഡ്. ഇനി ജിഷ ചെയ്യേണ്ടത് ആ നമ്പർ മനസ്സിൽ വിചാരിക്കുക. എൻ്റെ കണ്ണുകളിലേക്ക് ശ്രദ്ധിക്കുക. ജിഷ യാതൊരു മാറ്റവും വരുത്താതെ അടിയിലുള്ള ഈ കോളത്തിൽ എഴുതാം. $2445027 ഈ നമ്പറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ചാൻസ് ഞാൻ കൊടുക്കുന്നത് രഞ്ജിതയ്ക്കാണ്. രഞ്ജിത ചീട്ട് കളിക്കാറുണ്ടോ? ഇല്ല. ഓക്കെ, എന്തായാലും നല്ല സ്റ്റുഡൻ്റ് ആണ് അല്ലേ? രഞ്ജിത, ഇതിനകത്ത് ഒരു പെട്ടിയിൽ ധാരാളം കാർഡ്സുകളുണ്ട്. ഈ കാർഡ്സിൽ നിന്ന് രഞ്ജിതയ്ക്ക് ഒരു കാർഡ് സെലക്ട് ചെയ്യാം. ഓക്കെ? രഞ്ജിത, ആ കാർഡ് നന്നായിട്ട് കാണുക. എന്നെ കാണിക്കരുത്. ഈ പെട്ടിക്കകത്ത് വെച്ച ആ ഷീറ്റ് നന്നായി ഷഫിൾ ചെയ്യുക. ഓക്കെ, റൈറ്റ്, താങ്ക് യു. രഞ്ജിത ചെയ്യേണ്ടത് ആ കാർഡിനെ പറ്റി മനസ്സിൽ വിചാരിക്കുക. എൻ്റെ കണ്ണുകളിലേക്ക് ശ്രദ്ധിക്കുക.
മൂന്നാമത്തെ കോളത്തിൽ രഞ്ജിതയ്ക്ക് അത് എഴുതാം. രഞ്ജിതയ്ക്ക് അത് വരച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഈ മാജിക്കിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. ബോർഡിന്റെ ഓരോ കോളങ്ങളും നിങ്ങളുടെ മുമ്പാകെ ഞാൻ തുറന്നു കാണിക്കുകയാണ്. ആദ്യമായി അനുപമ സെലക്ട് ചെയ്തിരിക്കുന്ന ഇംഗ്ലീഷ് വേർഡ് COME കം. ഞാനിവിടെ മുൻകൂട്ടി എഴുതിയിട്ടുള്ളൂ COME കം എന്ന് പറഞ്ഞു. രണ്ടാമതായി ജിഷ സെലക്ട് ചെയ്തിരിക്കുന്ന ടെലിഫോൺ നമ്പർ 2445027. ഈ ബോർഡിൽ മുൻകൂട്ടി എഴുതിയിട്ടുള്ളൂ 2445027 എന്ന നമ്പർ. മൂന്നാമതായി രഞ്ജിത സെലക്ട് ചെയ്തിരിക്കുന്ന കാർഡ് ക്യൂൻ ഓഫ് ഹാർട്സ്. ഞാൻ ഈ ബോർഡിന്റെ മൂന്നാമത്തെ കോളത്തിൽ മുൻകൂട്ടി എഴുതിയിരുന്നു ദി ക്യൂൻ ഓഫ് ഹാർട്സ് എന്ന കാർഡ്. സോ താങ്ക് യു വെരി മച്ച്. ഈ 3 പേരോട് നന്ദി പറയുന്നു. നിങ്ങൾക്കിടയിലേക്ക് അയക്കുന്നു.